കേരള രാഷ്ട്രീയത്തിൽ ഭരണ പ്രതിപക്ഷ പോര് പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. പറവൂർ മണ്ഡലത്തിലെ പ്രളയബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി നടപ്പിലാക്കിയ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ CBI അന്വേഷണം കൊണ്ടുവരാനുള്ള സർക്കാർ നീക്കം വലിയ നിയമ പോരാട്ടങ്ങൾക്കും രാഷ്ട്രീയ സംവാദങ്ങൾക്കും വഴിയൊരുക്കുന്നു. വിജിലൻസ് അന്വേഷണത്തിലൂടെ സതീശന് നേരിട്ട് കൊടുക്കാൻ സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്ന തിരിച്ചറിവിലാണ് വിദേശ ഫണ്ട് സ്വീകരണത്തിലെ ചട്ടലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഏജൻസിയെ രംഗത്തിറക്കാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. 2018 മഹാപ്രളയത്തിന് ശേഷം പറവൂർ മണ്ഡലത്തിലെ വീടുകൾ നഷ്ടപ്പെട്ടവർക്കും ഉപജീവന മാർഗം ഇല്ലാതായവർക്കും വേണ്ടി വി ഡി സതീശൻ മുൻകൈയെടുത്ത് വിഭാവനം ചെയ്ത പദ്ധതിയാണ് പുനർജനി. ഇതിനായി വിദേശ രാജ്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിൽ നിന്നും യൂറോപ്പിൽ നിന്നും വൻതോതിൽ പണപ്പിരിവ് നടത്തിയെന്നാണ് പ്രധാന ആരോപണം. ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് വിദേശത്തു നിന്നും പണം സ്വരൂപിച്ചുവെന്നും ഇതിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നുമാണ് പരാതിക്കാർ ഉന്നയിക്കുന്നത്. വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വി ഡി സതീശന്റെ വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് വിദേശ പണം നേരിട്ട് വന്നതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ സതീശൻ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചതും അവിടെ പ്രസംഗിച്ചതും വഴി ഒരു പ്രത്യേക സന്നദ്ധ സംഘടനയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതായാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ കേന്ദ്രബിന്ദു.